ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന വൈറ്റ് ഹൗസ് ഡിന്നറിനിടെ വെടിയൊച്ച കേട്ടെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിലും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ നിലപാടിൽ യാതൊരു മാറ്റവും അതുകൊണ്ട് വന്നിട്ടില്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയാണ്. സുപ്രധാനമായ ഒരു കാര്യം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അമേരിക്കയെ നേരിട്ട് വിളിക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം, യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാം. ടെലിഫോൺ ലൈനുണ്ട്, സെക്യൂറാണ്, അത് സുരക്ഷിതമാണ്, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഈ മാരകമായിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺ കൈവശം വയ്ക്കാനുള്ള അവകാശം ഇറാനില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ വിളിക്കുകയും വേണ്ട എന്ന കാര്യം കൂടി ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി ഇന്ന് ഒമാനിലെത്തി മസ്കറ്റിൽ ഒമാൻ ഭരണാധികാരിയുമായി ചർച്ച നടത്തി. തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടും വരികയാണ്. പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും ആർമി ചീഫിനെയും ഒക്കെ കണ്ടിട്ട് വീണ്ടും അവിടെ നിന്നുകൊണ്ട് അമേരിക്കയെ വിളിക്കുമോ, അതോ അമേരിക്കൻ ഉദ്യോഗസ്ഥർ വീണ്ടും 10-18 മണിക്കൂർ യാത്ര ചെയ്ത് ഇസ്ലാമാബാദിൽ എത്താനുള്ള ശ്രമം നടത്തുമോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ വൈറ്റ് ഹൗസ് ഡിന്നറിൽ സംഭവിച്ചത്? ഒരു 31-കാരൻ കാലിഫോർണിയ സ്വദേശി, പേര് കോൾ തോമസ് അലൻ. എന്തിനാണ് കോൾ തോമസ് അലൻ അവിടെ ഇങ്ങനെ ഇരച്ചു കയറി വന്ന് സെക്യൂരിറ്റിയെ വെട്ടിച്ച് 2-3 ആയുധങ്ങൾ, ഒന്നൊരു ഷോട്ട് ഗൺ ഉണ്ടായിരുന്നു, പിന്നെ കയ്യിൽ മറ്റൊരു ഗൺ ഉണ്ടായിരുന്നു, കുറച്ച് കത്തികളും കയ്യിലുണ്ടായിരുന്നു, കടന്നു വന്നിട്ട് ലക്ഷ്യമായി പറയപ്പെടുന്നത് കുടുംബത്തെ നേരത്തെ അറിയിച്ചിട്ടാണ് അദ്ദേഹം വന്നത് എന്നാണ് പറയുന്നത്. കുടുംബത്തോട് ഒരു ഡോക്യുമെൻ്റ് തന്നെ തയ്യാറാക്കി അയച്ചിരുന്നു. അമേരിക്കൻ ഭരണകൂടത്തിലെ ഉന്നതരെ വകവരുത്തുക, പ്രസിഡന്റിനെ കൊല്ലുക, ഇതൊക്കെയാണ് ലക്ഷ്യം. അതിൻ്റെ കാരണങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ വിവരം കുടുംബം ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഏജൻസിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ കോൾ തോമസ് അലൻ പൊതുവെ ക്രിസ്തുമത വിരോധിയാണ് എന്നാണ് ട്രംപ് പിന്നീട് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം രോഗിയാണോ എന്ന കാര്യം പോലും സംശയിക്കേണ്ടതുണ്ടെന്ന് വൈറ്റ് ഹൗസ് പറയുകയാണ്. ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ ഈ 31-കാരൻ കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് ബിരുദധാരി, മെക്കാനിക്കൽ എഞ്ചിനീയർ, പാർട്ട് ടൈം ടീച്ചറായി ട്യൂട്ടറായി പ്രവർത്തിക്കുന്നു, വീഡിയോ ഗെയിമിംഗ് ഉണ്ടാക്കുന്നതിൽ കൂടി ഇടപെടുന്ന ഒരാളാണ് എന്നിങ്ങനെയുള്ള കഥകളാണ് ഈ കോൾ തോമസ് അലനെക്കുറിച്ച് പുറത്തു വരുന്നത്. വളരെ ലോ പ്രൊഫൈലായി ജീവിക്കുന്ന ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് ജീവിക്കുന്നയാളാണെന്നും ഇതിൻ്റെ കൂട്ടത്തിൽ ബയോഗ്രഫി ആയിട്ട് പറയുന്നുണ്ട്. ഇതുവരെ ക്രിമിനൽ റെക്കോർഡൊന്നും ഉണ്ടായിട്ടില്ല കാലിഫോർണിയയിൽ. കുടുംബം താമസിക്കുന്നതൊക്കെ ലോസ് ആഞ്ചലസിലാണ്. കുടുംബത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കടുത്ത അന്വേഷണം നടത്തുകയാണ്. കുടുംബത്തിനയച്ച സന്ദേശത്തിൽ അലൻ പറഞ്ഞിരിക്കുന്ന വാക്കിങ്ങനെയാണ്: ഒരു ദേശീയ സൗഹൃദ കൊലയാളി എന്നാണ്. ഫ്രണ്ട്ലി ഫെഡറൽ അസാസിൻ എന്ന ഇംഗ്ലീഷ് പദാവലികളാണ് സ്വന്തമായിട്ട് വിശേഷിപ്പിക്കാൻ വേണ്ടി അലൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്, ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ട് അവിടെ തന്നെ ഇരുന്ന് തുടർന്നും സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അമേരിക്കയുടെ ഇൻ്റലിജൻസ് പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ തുടരാൻ പാടില്ല, അവിടെ നിന്ന് പോയത് നന്നായി എന്ന് തോന്നുന്നു എന്നും ട്രംപ് അറിയിച്ചു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും മാറ്റം ചാൾസ് രാജാവിൻ്റെ സന്ദർശനത്തിനുണ്ടാകുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിന് ട്രംപ് മറുപടി പറഞ്ഞു, ബന്ധപ്പെട്ട ഉന്നത ഒഫീഷ്യൽസും പറഞ്ഞിട്ടുണ്ട്, ഒരു മാറ്റവുമില്ല, ചാൾസ് രാജാവ് അമേരിക്ക സന്ദർശിക്കുക തന്നെയാണ് വരും ദിവസങ്ങളിൽ. യുദ്ധത്തിൻ്റെ 58 ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് ഇങ്ങനെയുള്ള ടെലിഫോൺ വിളികളോ നേരിട്ട് സംഭാഷണങ്ങളോ വീണ്ടും മധ്യസ്ഥന്മാരുടെ ഇടപെടലോ ഒക്കെ ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിക്കുകയാണ്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി മോസ്കോ സന്ദർശിച്ചു, പാകിസ്ഥാനിൽ ഒരിക്കൽ പോയി, വീണ്ടും ഇതാ പോയിരിക്കുന്നു, ഇടയ്ക്ക് മസ്കറ്റിൽ വന്നിട്ട് സംസാരിച്ചു. അപ്പോൾ എന്തോ ചില തീരുമാനങ്ങൾ അറിയിക്കാനുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ കരുതുന്നത്. അമേരിക്കയും ചർച്ചയ്ക്ക് തയ്യാറായിട്ട് അവിടെ വിമാനത്തിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ തൽക്കാലം സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അബ്ബാസ് അറക്ചി കഴിഞ്ഞ ദിവസം സംഘവുമായിട്ട് തിരികെ ടെഹ്റാനിലേക്ക് പോയത്. ആ സാഹചര്യത്തിൽ അമേരിക്ക ആ ഒരു യാത്ര റദ്ദാക്കുകയായിരുന്നു. ഏതായാലും വീണ്ടും ഉരുണ്ടുകൂടി വരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നേരിട്ടുള്ള ചർച്ചയോ മധ്യസ്ഥരെ വെച്ചുകൊണ്ടുള്ള ചർച്ചയോ തീരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കലോ ഒക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോകം മുന്നോട്ട് നീങ്ങുന്നത്. 1-2 പ്രാദേശിക വർത്തമാനം കൂടി അറിയണം. ദുബായ് പോലീസ് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. ദുബായിൽ ചില വ്യാജ റാക്കറ്റുകൾ ആളുകളെ ഈ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് തരാം, ഇപ്പോൾ നല്ല സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചിട്ട് കെണിയിൽപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലൊരു കാര്യം ഷാർജ പോലീസും പറയുന്ന ഒരു 3 മില്യൺ ദിർഹത്തിൻ്റെ വലിയൊരു കുംഭകോണം പിടികൂടിയതിനെക്കുറിച്ചാണ്. അതായത് നമുക്കൊരു മെസ്സേജ് വരും, നിങ്ങൾക്കൊരു ഷിപ്മെൻ്റ്, ഒരു പാഴ്സലുണ്ട്,
അത് ഏറ്റുവാങ്ങണം, അതിനുവേണ്ടി ഡീറ്റെയിൽസ് അയക്കണം എന്നൊക്കെ പറഞ്ഞൊരു ലിങ്ക് അയക്കുക, അതിലൂടെ കാശ് തട്ടുക. അങ്ങനെ കാശ് തട്ടിയ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഷാർജ പോലീസ്. 3 മില്യൺ ദിർഹം പലരിൽ നിന്നായിട്ട് അവർ കൈക്കലാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത്തരം സംഭവങ്ങൾ, അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വന്നാൽ ജാഗ്രത പാലിക്കണം. കൃത്യമായിട്ട് ആ സ്പെല്ലിങ്ങൊക്കെ നമ്മളൊന്ന് നോക്കണം. ഈ എഴുതിയിരിക്കുന്നത് കറക്റ്റാണോ? ചിലപ്പോൾ എമിറേറ്റ്സ് പോസ്റ്റ് എന്ന് കാണുമ്പോൾ ഒരക്ഷരമായിരിക്കും വ്യത്യാസം. നമുക്ക് വിശ്വസിപ്പിക്കാവുന്ന വിധത്തിലായിരിക്കും കൊറിയർ കമ്പനികളുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെ ഇവർ അയച്ചു തരിക. അത് ശ്രദ്ധിച്ചിട്ട് വേണം മറുപടി കൊടുക്കാനെന്ന് ഷാർജ പോലീസും മുന്നറിയിപ്പായി നൽകുകയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara Sharjah.